നിലമ്പൂരിലെ ജനവിധി ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കും. ചങ്കിടിപ്പോടെയാണ് 3 മുന്നണി സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, നിലമ്പൂരിൽ നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇന്ന് പുറത്തു വരികയാണ്. 3 മുന്നണികൾക്കും ഇത് ഏറെ പ്രാധാന്യമാണ്. അതുകൂടാതെ നിലവിലുണ്ടായിരുന്ന രാജിവെച്ച MLA PV അൻവറും വീണ്ടും ജനവിധി തേടുകയാണ്. പ്രധാനപ്പെട്ട 4 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. LDF, UDF, NDA, അതുകൂടാതെ PV അൻവർ. ഇവർക്കെല്ലാവർക്കും നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ ശിവദാസ് കന്മനം? വിനോദ, നിലമ്പൂരിൽ കേരളം കാത്തിരിക്കുന്ന ജനവിധി ഇന്ന് രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 8:10 കൂടി വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണാൻ തുടങ്ങും. 8 മണിക്ക് വോട്ടുകളാണ് എണ്ണുക. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വോട്ട് എണ്ണുന്ന മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ട് മുൻപിലാണ്. ഇവിടെ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ സുരക്ഷ അടക്കം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 900ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ഒരു വോട്ടെണ്ണുന്ന സമയത്ത് വിവിധ ഇടങ്ങളിലായി സുരക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ഉള്ളത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 19 റൗണ്ടുകളിലായിട്ടാണ് വോട്ടുകൾ എണ്ണുക. നമുക്ക് രാവിലെ ഏകദേശം ഒരു 9 മണിയോടുകൂടി തന്നെ ഏകദേശം ട്രെൻഡുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 10 മണിയോടുകൂടി തന്നെ ഏകദേശം ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഇനി എങ്ങോട്ടാണ് ചായുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ 8 തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈ നിലമ്പൂർ ഉള്ളത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും മറ്റ് 7 പഞ്ചായത്തുകളും ആണ് ഉള്ളത്. അതിൽ 5 എണ്ണം UDFിനൊപ്പമാണ് നിലവിൽ ഉള്ളത്. 3 എണ്ണം LDFിനൊപ്പം. കരുളായി, നിലമ്പൂർ നഗരസഭ, അമരമ്പലം എന്നീ പഞ്ചായത്തുകളാണ് LDFിൻ്റെ കൂടെ ഉള്ളത്. മറ്റ് 5 വഴിക്കടവ്, മൂത്തേടം പഞ്ചായത്ത് അടക്കം മറ്റ് 5 പഞ്ചായത്തുകൾ UDFിനൊപ്പം ആണ് ഉള്ളത്. നേരത്തെ ചുങ്കത്തറ പഞ്ചായത്ത് LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. പിന്നീട് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഒരാളെ മറുകൊണ്ടം ചാടിച്ച് ഈ പഞ്ചായത്ത് UDF പിടിച്ചെടുത്തു. അങ്ങനെ 5 പഞ്ചായത്തുകൾ UDFിനൊപ്പം, മറ്റു 3 പഞ്ചായത്തുകൾ LDFിനൊപ്പം. അതായത് ഏറെക്കുറെ തുല്യത പാലിക്കുന്ന ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഇരു കൂട്ടരും എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ കാല ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇടതിനും വലതിനും ഒരുപോലെ തന്നെ സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. സ്വാഭാവികമായും ഭൂരിപക്ഷമുള്ള ഒരു ജില്ല കൂടിയാണ്. പലപ്പോഴും മുസ്ലിം ലീഗിന് ശക്തിയുള്ള ഒരു ജില്ല കൂടിയാണ്. പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ച് പലപ്പോഴും ഇടതിനും അത്തരത്തിലുള്ള ഒരു ശക്തിയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, NDA കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇവിടെ അടിത്തറ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും ഓരോ തിരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിൽ ശക്തമായ ഒരു മുന്നേറ്റം NDAക്ക് ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കാല ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ, കണക്കുകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു 20 വർഷം മുൻപ് 2011 5000 വോട്ടിന് താഴെ മാത്രമാണ് NDAക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഓരോ ഘട്ടത്തിലും വോട്ടുകൾ വർദ്ധിച്ചു. 2011 ഇത് 8000 വോട്ടുകളായി. പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച സമയത്ത് നിലമ്പൂർ നിയമസഭ ഭാഗം കൂടിയാണ്. അന്ന് 17,500ഓളം വോട്ടുകൾ NDAക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ നടന്ന ലോക്സഭാ മണ്ഡലത്തിലെ തന്നെ ഉപതെരഞ്ഞെടുപ്പ്, രാഹുൽ രാജിവെച്ച ആ ഒഴിവിൽ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് പ്രിയങ്ക UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ആ സമയത്ത് NDA സ്ഥാനാർത്ഥിയായി നവ്യ ഹരിദാസ് മത്സരിച്ചിരുന്നു. അന്ന് ഏകദേശം 13,000-നടുത്ത് വോട്ടുകൾ ലഭിച്ചിരുന്നു. അതിന് തൊട്ട് മുൻപുള്ള 2016 തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിൽ 12,500 വോട്ടുകൾ അന്ന് NDA സ്ഥാനാർത്ഥിയായിരുന്ന ലഭിച്ചിരുന്നു. ഇങ്ങനെ കൃത്യമായി തന്നെ NDA ഓരോ ഘട്ടത്തിലും ഇവിടെ വോട്ടുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഈ ഒരു 3 മുന്നണികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്, അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു മണ്ഡലം നിലമ്പൂർ
നിയമസഭാ മണ്ഡലം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത PV അൻവർ വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. 2016-ലും 2021-ലും ഇടത് സ്വതന്ത്രനായിട്ടാണ് PV അൻവർ ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചത്. 2016-ൽ ഏകദേശം 11,000-ൽ കൂടുതൽ വോട്ടുകൾ അന്ന് PV അൻവറിന് ഭൂരിപക്ഷമായി ലഭിച്ചിരുന്നു. അന്ന് PV അൻവറിന്റെ എതിരാളിയായി മത്സരിച്ചത് ആര്യാടൻ ഷൗക്കത്തായിരുന്നു. UDF-ന് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തായിരുന്നു അന്ന് മത്സരിച്ചിരുന്നത്. അതിനുശേഷം 2021-ൽ അന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് PV അൻവറിന്റെ വോട്ട് ഭൂരിപക്ഷം കുറയ്ക്കാൻ അന്ന് VV പ്രകാശിന് കഴിഞ്ഞിരുന്നു. 2,700ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അന്ന് PV അൻവർ. നിലമ്പൂരിന്റെ ചരിത്രം അറിയാം, അത് UDF-ന്റെ പരമ്പരാഗത മണ്ഡലമാണ്. പക്ഷെ PV അൻവർ വന്നതിന് ശേഷമാണ് കഴിഞ്ഞ 2 തവണയായി PV അൻവർ അവിടെ വിജയിക്കുന്നു. പക്ഷേ കഴിഞ്ഞ തവണ PV അൻവർ വിജയിക്കുമ്പോൾ ഭൂരിപക്ഷം കുറയുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം NDA സ്ഥാനാർത്ഥിക്ക് എതിരായിട്ടുള്ള വ്യാജ പ്രചാരണങ്ങൾ നടന്നു. അദ്ദേഹം പറഞ്ഞുവെന്ന് ഉള്ള തരത്തിൽ മറ്റു ചില ചാനലുകൾ ചില വാർത്തകൾ നൽകി. NDA വോട്ടുകൾ മറ്റാർക്കൊക്കെയോ ചോർന്നു എന്നുള്ള തരത്തിൽ അദ്ദേഹം പറഞ്ഞുവെന്ന്. പക്ഷേ ഇന്നലെ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ജനൻ TV-യോട് പ്രതികരിച്ചു. അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. NDA ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോൾ NDA സ്ഥാനാർത്ഥി പറഞ്ഞതിനെ വളച്ചൊടിച്ച് നൽകിയ ആ വാർത്തയെപ്പറ്റി കൂടി ഒന്ന് പറയുമോ ശിവദാസ്? തീർച്ചയായും ഇന്നലെ വൈകിട്ടോടെയാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചാരണം നടത്തിയത്. അതായത് NDA-യുടെ വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്ക് മറിച്ചു എന്ന തരത്തിൽ സ്ഥാനാർത്ഥി പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകളാണ് മറ്റു ചില ചാനലുകളിലെല്ലാം തന്നെ പോയിരുന്നത്. അത് തെറ്റാണ്, ഇതൊരു വ്യാജ പ്രചാരണമാണ് എന്ന് NDA സ്ഥാനാർത്ഥി വ്യക്തമാക്കിയിരുന്നു. ജനം TV-യോട് തന്നെ അദ്ദേഹം ഇക്കാര്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. കാരണം നമുക്കറിയാം NDA കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി തന്നെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ഓരോ ഘട്ടത്തിലും ഓരോ നിയമസഭാ മണ്ഡലത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അടക്കം കൃത്യമായി തന്നെ വോട്ടുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഇത്തരത്തിൽ NDA-ക്കെതിരെ ചില വ്യാജ പ്രചാരണങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ മറ്റു ചില ചാനലുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ചില ഗൂഢലക്ഷ്യത്തോടെ ഈ വ്യാജ പ്രചാരണം നടത്തുന്നത് എന്നാണ് അദ്ദേഹം ഇന്നലെ കൃത്യമായി പറഞ്ഞിരുന്നത്. കാരണം നമുക്കറിയാം ഈ ഒരു നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ NDA മികച്ച ഒരു പ്രചാരണം തന്നെയാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികൾ മൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമ്പോൾ NDA കൃത്യമായി താഴെത്തട്ടിൽ ഇറങ്ങിച്ചെന്ന് മലയോര പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് NDA-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. മാത്രമല്ല NDA-യുടെ സ്ഥാനാർത്ഥി കൂടിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അദ്ദേഹം ഒരു മലയോര മേഖലയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഈ അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളെ മലയോര മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായി അദ്ദേഹത്തിന് അറിയാം. കാരണം കഴിഞ്ഞ 45 വർഷത്തോളമായി അദ്ദേഹം ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ മലയോര മേഖലയിലെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് അദ്ദേഹം ഈ പ്രചാരണ രംഗത്തും അത് പ്രചാരണം നടത്തിയിരുന്നു. ഇതെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇത് അങ്ങനെ തന്നെ മോഹൻ ജോർജ് NDA-യുടെ സ്ഥാനാർത്ഥി വോട്ടുകൾ മറിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രചാരണമാണ് ഇന്നലെയൊക്കെ നടന്നിരുന്നത്. അത് തെറ്റാണ് എന്നുള്ളതാണ് കൃത്യമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ജനവിധി അറിയുന്നതിന് ഇവിടെ 8:10-ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണം 19 റൗണ്ടുകളിലായിട്ടാണ് ഈ വോട്ടുകൾ എണ്ണുക. നമുക്ക് ഓരോ മണിക്കൂറും ഇടവിട്ട് നമുക്കതിൻ്റെ ട്രെൻഡുകളെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയും. 7:30-നാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറക്കുക. 1403 പോസ്റ്റൽ വോട്ടുകളാണ് ആകെ ഉള്ളത്. 263 പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ 19 റൗണ്ടുകളിലായി എണ്ണും. ബൂത്തുകളിൽ വോട്ടുകൾ
ഓരോ റൗണ്ടുകളിലും എണ്ണുക, അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും, വോട്ടുകൾ എണ്ണുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഇപ്പോൾ ഈ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നേരത്തെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കൃത്യം 7:30 സ്ട്രോങ് റൂം തുറക്കും. അതിനുശേഷം കൃത്യം 8 മണിക്ക് തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. ഏകദേശം 8:15 തന്നെ മറ്റ് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 14 ടേബിളുകൾ ആണ് ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ളത്. മൈക്രോ ഒബ്സർവർമാരും മറ്റ് കൗണ്ടിംഗ് അസിസ്റ്റന്റുമാരും കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇതിനുവേണ്ടി ഉണ്ട്. സൂപ്പർവൈസർമാർ അടക്കം ഉള്ളവർ ഇതിനുവേണ്ടി സജ്ജമായിട്ടുണ്ട്. ഇങ്ങനെ ഏകദേശം 86 ഉദ്യോഗസ്ഥരാണ് ഈ വോട്ടുകൾ എണ്ണുന്നതിന് വേണ്ടി ഇവിടെ തയ്യാറായിട്ടുള്ളത്. ഇങ്ങനെ കൃത്യം 8 മണിക്ക് തന്നെ ഈ വോട്ടുകൾ എണ്ണുന്നത് ആരംഭിക്കും. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. ശിവദാസ് പറഞ്ഞതുപോലെ തന്നെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അതിന് അധികം സമയമില്ല. 8 മണി കഴിയുന്നതോടുകൂടി ട്രെൻഡുകൾ നമുക്കറിയാൻ കഴിയും. ഒരു കാര്യം കൂടി ശിവദാസ്, ഇന്നലെ PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു, UDF കുറച്ച് വോട്ടുകൾ LDF മറിഞ്ഞിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് LDF സ്ഥാനാർത്ഥിക്ക് കൃത്യമായി UDF ഭാഗത്തു നിന്നും കുറച്ച് വോട്ടുകൾ പോയിട്ടുണ്ട് എന്ന് PV അൻവർ പറയുന്നത് എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിവദാസ്? വിനോദ്, ഇന്നലെ രാത്രിയിലാണ് അദ്ദേഹം ഇത്തരത്തിൽ UDF കുറച്ച് വോട്ടുകൾ ഇത്തരത്തിൽ LDF പോയിട്ടുണ്ട് എന്ന ഒരു വാദം. കാരണം LDF വിജയത്തിന് വേണ്ടി ചില UDFക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഈ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരായ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു വികാരം പ്രത്യേകിച്ച് നമുക്ക് മുൻപ് കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പുകളിലെ ഫലം വന്നതിന് ശേഷമെല്ലാം തന്നെ ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. അതായത് ആര്യാടൻ ഷൗക്കത്ത് കാലുവാരിയിരുന്നു എന്നുള്ള ആരോപണം കോൺഗ്രസിലെ ചില പ്രാദേശിക നേതാക്കൾ തന്നെ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലെല്ലാം തന്നെ ഇപ്പോൾ അത് തിരിച്ച് ഒരു കാലുവാരൽ നടന്നിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് PV അൻവറും ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് UDF ചില ആളുകൾ മറിച്ച് ഇത്തരത്തിൽ LDF വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്, LDF മറിച്ച് കുത്തിയിട്ടുണ്ട് എന്ന PV അൻവർ പറയുന്നതിന്റെ അടിസ്ഥാനവും ഇത് തന്നെയാണ്. ആര്യാടൻ ഷൗക്കത്തിനെതിരായ ചില വികാരം, കോൺഗ്രസിനുള്ളിലുള്ള വികാരം, അത് പിന്നെ LDF വോട്ടുകൾ മറിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിന് കഴിഞ്ഞ കാല ചില ചരിത്രങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില വാദങ്ങൾ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വാദം LDF ക്യാമ്പിൽ ഒരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. കാരണം LDF 3000 വോട്ടുകൾക്ക് താഴെയുള്ള ഒരു ഭൂരിപക്ഷമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. UDF ആണെങ്കിൽ 15000 അടുത്ത് ഭൂരിപക്ഷം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് UDF നിൽക്കുന്നത്. 7 പഞ്ചായത്തുകളിൽ UDF മേൽക്കൈ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം LDF 4 പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് LDF കണക്ക് കൂട്ടുന്നത്. മറ്റ് 4 പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റി അടക്കമുള്ള മറ്റ് 4 ഇടങ്ങളിൽ ടൈറ്റ് ആയിരിക്കും, അതായത് നടക്കും എന്നാണ് LDF പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. ഈ കണക്കുകൾ കൂട്ടിയിട്ടുള്ള അവരുടെ ബൂത്ത് തലത്തിലുള്ള കണക്കുകളെല്ലാം തന്നെ കൂട്ടിയിട്ടുള്ള അവരുടെ ഒരു വിലയിരുത്തൽ ഉള്ളത്. ഈ അൻവറിന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ കൂടി കേട്ടതോടെ LDF ക്യാമ്പിന് അത് അല്പം ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. മാത്രമല്ല LDFും LDF മറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് LDFും കണക്ക് കൂട്ടുന്നത്. കാരണം ഈ നിയമസഭാ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരായ ചില വികാരം കോൺഗ്രസിനുള്ളിൽ മാത്രമല്ല മുസ്ലിം ലീഗിനുള്ളിലും അത്തരത്തിലുള്ള ചില വികാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആര്യാടൻ നിലവിലെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന്റെ ബാപ്പയായിരുന്ന ആര്യാടൻ മുഹമ്മദ് ഇവിടെ മത്സരിച്ചിരുന്ന സമയത്തെല്ലാം തന്നെ മുസ്ലിം ലീഗിന് എതിരായി തന്നെ ശക്തമായ നിലപാടുകൾ അദ്ദേഹം എടുത്തിരുന്നു. സ്വാഭാവികമായും അതിന്റെ തുടർച്ചയായി തന്നെ ആര്യാടൻ ഷൗക്കത്തും അത്തരത്തിൽ പലപ്പോഴും മുസ്ലിം ലീഗിനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്, പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തിന് അത്ര താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല ആര്യാടൻ ഷൗക്കത്ത്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വോട്ടുകളെല്ലാം തന്നെ ഒരുപക്ഷെ തത്സമയം നമ്മൾ ജനൻ TVയിൽ നൽകുന്നുണ്ടാകും. നിലമ്പൂരിലെ ജനവിധി ഇന്നാണ് 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. നമുക്കെന്തായാലും നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ.